വസല്ലം തങ്ങൾ എന്നവരുണ്ട്. അത് ഇസ്ലാമിനു പറ്റിയതല്ല, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. മാരണം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അന്യനിൽ അസൂയ മൂത്തിട്ടേതോ അമ്പലത്തിലോ ജ്യോത്സ്യന്മാരുടെയോ കണക്കന്മാരുടെയോ മുമ്പിൽ പോയിട്ട് അവിടുന്ന് മന്ത്രം കൊടുക്കുന്നവരുണ്ട്. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ചിലര് പറയും, മൊയ്ലിയാരെ അങ്ങനൊക്കെ ഉണ്ടോ? അതെ, മന്ത്രങ്ങൾ നേരിട്ടുണ്ട്, റിമോട്ട് മന്ത്രവും ഉണ്ട്. അതുപോലെ തന്നെ പീഡിപ്പിക്കലോ നേരിട്ടുമുണ്ട്, റിമോട്ട് പീഡിപ്പിക്കലും ഉണ്ട്. ഇപ്പൊ ബോംബൊക്കെ പൊട്ടിക്കുന്നത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഒരു റിമോട്ടാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അത് നേർക്ക് ഒരു തോന്നല് വരും, എന്റെ ആങ്ങളയുടെ ഭാര്യയായ എന്റെ നാത്തൂനോട് വല്ലാത്ത സ്നേഹവും അതുമുതൽ എന്നോടൊരു അകൽച്ചയും വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമ്പോ ഉടനെ പോകും. എന്നിട്ട് തന്റെ ആങ്ങളയുടെ ഭാര്യയും കൂടി സ്ലിപ്പാകാൻ ഒരു പണി ചെയ്യും. ചിലപ്പോഴവന് സിഹറായി പോകും. ആ സിഹർ ചെയ്യൽ മോളെ വൻ പാപങ്ങളിൽ പെട്ടതാണ്. പാടില്ല കേട്ടോ, കടുത്ത തെറ്റാണ്. ചിലപ്പോഴോ ഭാര്യയ്ക്ക് തോന്നും, എന്തേ ഇയാള് കല്യാണം കഴിച്ചിട്ടും എന്നെ അല്ലേ എല്ലാ നിലക്കും പരിഗണിക്കേണ്ടത്? ഇയാളെന്തേ ഇയാളുടെ ഉമ്മാനെ ഇത്ര സ്നേഹിക്കുന്നു? ഇയാളെന്തേ ഇയാളുടെ പെങ്ങളെ ഇത്ര സ്നേഹിക്കുന്നു? അവരെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോ ഭാര്യയോട് പണിയെടുപ്പിക്കാം. അങ്ങനെയും സിഹർ ചെയ്യുന്നവരുണ്ടാകുമെന്ന് അശ്ശാരിമുൽ ബത്താഹി തസദ്ദീൽ സഹറത്തിൽ അസ്റാർ എന്ന ഈ വിഷയം പറയുന്ന കിതാബിൽ വഹീദ് അബ്ദുസ്സലാം ബാലി എഴുതുന്നുണ്ട്. കാരണം എന്താ? ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ് ഈ സിഹറിന്റെ ഏറ്റവും ടോപ്പ് കർമ്മം. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് പോകാൻ പാടില്ല. സിഹർ നമ്മൾ അടുക്കാനേ പാടില്ല എന്ന് വിചാരിച്ചെന്ത് ചെയ്യരുത്? ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ പെങ്ങളെ മറക്കാൻ പാടില്ല. ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മാനെ മറക്കാൻ പാടില്ല. ഭാര്യ തലയണ മന്ത്രം നടത്തുമ്പോഴേക്കോ ഉമ്മാനെ എവിടുന്ന് വിഷമിപ്പിക്കാൻ പാടില്ല. നിന്നെ എത്രയോ കൊല്ലം മാറ്റുനോറ്റ് പോറ്റി 25-ാം വയസ്സുവരെ വളർത്തിയ ഉമ്മാനെ ഇന്നലെ വന്ന പെണ്ണ് പിറ്റേന്ന് മന്ത്രം ചൊല്ലുമ്പോഴേക്ക് ഉമ്മ കൊള്ളരുതാത്തവളായി മാറുന്ന അവസ്ഥ ഒരു മകനും ഉണ്ടാകാൻ പാടില്ല. ഭാര്യയോട് പറയണം, എന്റെ ഉമ്മാനെ എനിക്കാണ് കൂടുതൽ അറിയുക, അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞു തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ചെറുപ്പക്കാരെ നിങ്ങൾ ഉമ്മമാരോടുള്ള ബന്ധത്തിന് അവിടുന്ന് സംരക്ഷണം നൽകണം. അതുപോലെ തന്നെ അമ്മായിയമ്മമാര് ഓർമ്മിക്കേണ്ടത്, തന്റെ മകളെപ്പോലെ ഒരു പെണ്ണാണ് എന്റെ മകന്റെ ഭാര്യയായി ഇവിടെ വന്നിട്ടുള്ളത്. അവൾക്കും എന്റെ മകളെപ്പോലെയുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശവും കൊടുക്കണം. കാരണം എന്താണ്? അവിടുന്ന് മകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടുമ്പോ, മോളെ ഗ്ലാസ് പോയാലും വേണ്ടിയില്ല, നിന്റെ കാല് മുറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഉമ്മ, മരുമകളുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീഴുമ്പോഴേക്ക് നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നവളാണെന്ന് പറയാറില്ലേ? ആ ടോണങ്ങ് മാറണം, ആ ശൈലി അങ്ങ് മാറണം. കഷ്ടകാലത്തിന് പിറ്റേന്ന് പേടിച്ചു കൊണ്ടുവരുമ്പോ രണ്ടാമത്തെ ഗ്ലാസും വീണാലോ, നീ ഇടങ്കാല് വെച്ച് കയറിയപ്പോഴേ ഇവിടെ മുടിപ്പിക്കല് തന്നെയാണ് എന്ന് നിന്റെ അടുത്ത കൊട്ടേഷൻ വരണ്ട. നിന്റെ മകളെപ്പോലെയുള്ളവളാണ് മരുമകളെന്ന് കാണണം. അതുപോലെ തന്നെയോ അവിടുന്ന് എന്റെ മാതാവിനെ പോലെയാണ് എന്റെ ഭർത്താവിന്റെ മാതാവെന്ന് കാണണം. പക്ഷേ ഇന്ന് വല്ലാത്ത ലോകവ്യവസ്ഥിതിയാണ്. പ്രായമുള്ളവർക്ക് സേവനം ചെയ്യാൻ മനസ്സുള്ള പെണ്ണുങ്ങൾ കുറവാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച് 3-ാമത്തെ ദിവസം മുന്നേ ഉള്ളൂ, വിഷയം മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് പറയുകയാണ്, മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മാരണക്കാരനുണ്ടായിരുന്നു, അഥവാ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു.
ഒരു ജ്യോത്സ്യൻ. കാരണം എന്താ? നമ്മുടെ നാട്ടിലും ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന പഞ്ചായത്തിൽ മത്സരത്തിന് മുമ്പ് തൊട്ട് മുമ്പ് പോയിട്ട് നോക്കും എവിടെ ജ്യോത്സ്യന്മാരുള്ളത്, ഞാൻ ജയിക്കോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. എങ്ങനെങ്കിലും കഷ്ടകാലത്തിന് ജയിച്ചു പോയാൽ ജ്യോത്സ്യന് കൈമടക്ക് കിട്ടും, അല്ലെങ്കിലും ആദ്യം വാങ്ങാനുള്ളത് അയാൾ വാങ്ങിയിട്ടുണ്ടാകും. ഇതുപോലെ അവിടുന്ന് ജ്യോത്സ്യന്മാരെ വെക്കുന്ന പണി പണ്ടേ ഉള്ളതാണ്. എന്നാൽ എന്റെ സഹോദര, ഇതുപോലെ ഒരു ജ്യോത്സ്യനുണ്ട്. അയാളെ പ്രായമായപ്പോ രാജാവിന് തോന്നി ഇയാളങ്ങ് കാറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യങ്ങളും കണക്കും നോക്കാനൊരു പണിക്കാരനില്ല. അതുകൊണ്ട് ഒരാളെ പരിശീലിപ്പിക്കണമെന്ന് മനസ്സിലാക്കി അവിടുന്ന് കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിമാനായ ഒരു മകനെ കണ്ടുപിടിക്കുന്നു. കൊട്ടാരത്തിൽ വന്ന് ജ്യോത്സ്യപ്പണി പഠിക്കാൻ ഈ കുട്ടി ദിവസേന രാവിലെ വരുന്നു, മാരണപ്പണി പഠിക്കുന്നു, വൈകുന്നേരം മടങ്ങിപ്പോകുന്നു. പക്ഷേ കുട്ടിക്കിതൊന്നും ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ അതാ വഴിയിലൂടെ പോകുമ്പോഴാണ് ഇടയിൽ വെച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്ത് നല്ല സുമുഖനായ ഒരു പ്രായമുള്ള ഒരാളിരിക്കുന്നു. അയാളെ കുറച്ചു നേരം നോക്കുന്നപ്പോ അയാളെ മാടിയെന്ന് വിളിച്ചു, ഇങ്ങ് വന്നേ മോനെ. എന്താണെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. ആ മതപണ്ഡിതന്റെ ഉപദേശങ്ങളൊക്കെ കുറച്ചു നേരം കേട്ടപ്പോ നല്ല രസമുണ്ട്. അങ്ങനെ ഇടക്കിടക്കതാ ഈ കുട്ടി അവിടെ കയറാൻ തുടങ്ങി. അവസാനമതാ ആ വ്യവസ്ഥിതികളെ മുഴുവനും മനസ്സിലാക്കിയ കുഞ്ഞ് അവിടുന്നതാ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചവനെ, ആ മതപണ്ഡിതൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ട്, വിഷയങ്ങളാണെങ്കിൽ ബുദ്ധിക്ക് നല്ല സന്തോഷം തരുന്നുണ്ട്. ആ ജാലവിദ്യകളോ അതൊരു തൃപ്തിയും തരുന്നില്ല. അങ്ങനെ രാവിലെ പോകുമ്പോൾ ആ പാതിരിയുടെ അടുക്കൽ നിന്ന് മതം പഠിക്കുന്നു. വൈകുന്നേരം വരുമ്പോൾ അവിടെ ഒന്ന് കയറി അല്പസമയം ചെലവഴിക്കുന്നു. അവസാനം വീട്ടിൽ വൈകുമ്പോ കുറ്റം പറഞ്ഞു. പണ്ഡിതൻ ഒരു പണി പറഞ്ഞു കൊടുത്തു, മോനെ വിഷമിക്കണ്ട, വീട്ടിൽ വൈകിയാൽ ഇന്ന് ഒരുപാട് നേരം ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയണം. അധ്യാപകന്റെ അടുക്കൽ വൈകിയാൽ വീട്ടിൽ നിന്നിറങ്ങാൻ വൈകിയതാണെന്ന് പറയണം. അങ്ങനെ നീ ഇതെന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരവസരം നൽകുന്നു. ഒരു ദിവസം രാവിലെ അവിടുന്ന് വഴിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു വന്യമൃഗം വന്ന് റോഡിന്റെ നടുവിൽ നിൽക്കുകയാണ്. ആളുകൾക്ക് മുഴുവനും ഗതാഗത തടസ്സമായി. റോഡിന്റെ നടുവിൽ ഒരു മൃഗം നിൽക്കുമ്പോൾ ഇത് കേവലം ഒരു കഥയല്ല കേട്ടോ. മദീനയുടെ രാജാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പഠനമാണ്, അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാന്റെ റസൂല് കളവ് പറയില്ലല്ലോ, കേവലം കഥ പറയില്ലല്ലോ. അവിടുന്ന് സംഭവം അനലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഈ കുട്ടി തീരുമാനിച്ചു, ഇന്നത്തെ ദിവസം ഞാൻ തീരുമാനിക്കും, ഇതിൽ പാതിരി പറയുന്നതാണോ സത്യം, അതല്ല ജ്യോത്സ്യൻ പറയുന്നതാണോ സത്യം. അങ്ങ് തീരുമാനിക്കാൻ അടുത്തപ്പോൾ അതാ കയ്യിൽ ഒരു കല്ലെടുത്ത് പറഞ്ഞു, ജ്യോത്സ്യന്റെ മതമാണ് സത്യമെങ്കിൽ ഈ കല്ലുകൊണ്ട് ഈ മൃഗത്തെ എന്ന് പറഞ്ഞൊരു എറു കൊടുത്തു. മൃഗം മാറിയില്ല. രണ്ടാമതൊരു കല്ലെടുത്തു. പാതിരി പറഞ്ഞതുപോലെ അള്ളാഹുവാണ് സത്യമെങ്കിൽ ആ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ മൃഗം മാറി തരട്ടെ എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് എറു കൊടുത്തപ്പോൾ മൃഗമങ്ങ് വഴിമാറുന്നു.
മൃഗമങ്ങ് വഴിമറുന്നു. നേരെ പാതിരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പഠിപ്പിച്ചു തന്ന ആർച്ചമാണ് സത്യം, എനിക്കെന്ന് ബോധ്യപ്പെട്ടു എന്ന് ഈ സംഭവം പറയുമ്പോ ബഹുമാനപ്പെട്ട മാനായ പണ്ഡിതൻ പറഞ്ഞു, മോനെ, ഇനി സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ, നീ എന്നെക്കാൾ വലിയ പദവി നേടിയവനാണ്, ഇനി നിനക്ക് പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ ഞാനാണ് നിനക്ക് ഈ തൗഹീദ് പറഞ്ഞു തന്നതെന്ന് നീ പറയല്ല മോനെ. നീ പറയരുത്, ഞാനാണ് തൗഹീദ് പറഞ്ഞു തന്നതെന്ന് പറയാൻ പാടില്ല. ബഷീർ ഉസ്താദ് ഇങ്ങോട്ടിരുന്നാല് ഞാനാണ് പറഞ്ഞു തന്നതെന്ന് പറയാൻ പാടില്ല. ഉടനെ അവിടുന്നതാ ഇറങ്ങി. നേരെ അവിടുന്ന് ചെല്ലുമ്പോഴോ അവിടുന്നതായി കുഞ്ഞുമോൻ വലിയ പദവിയിലേക്ക് എത്തി. ആ കുഞ്ഞുമോന്റെ കൈകൊണ്ട് രോഗം മാറുന്നു, അന്ധത മാറുന്നു, രോഗങ്ങൾക്കെല്ലാം മാറ്റം വരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ ശ്രുതിയായി. ആധുനാധുനിക യുഗത്തിൽ അക്യുപങ്ചർ ചികിത്സകൾ മുതൽ ഒരുപാട് ചികിത്സകളുള്ള കാലത്ത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്ത്